നിഖിലിന് വണ്ടി വാങ്ങിച്ചതിന് ശേഷം കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു എവിടെയെങ്കിലും രണ്ടുപേർക്കും ഒന്നിച്ച് പോകാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നിഖിൽ വണ്ടി വാങ്ങിച്ച് ഷോറൂമിൽ നിന്നാണെങ്കിൽ വാൽപ്പാറയ്ക്കൊരു ട്രിപ്പ് അവർ പ്ലാൻ ചെയ്തത്. ഒന്നും നോക്കിയില്ല, ഞാൻ നിഖിലും ഓക്കെ പറഞ്ഞ് രാവിലെ 4 മണിയായപ്പോഴത്തേക്കിന് ഷോറൂമിൽ ചെന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാനായിട്ട് പറ്റി. ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കുറേ അധികം കൂട്ടുകാരെ ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിലൂടെ കിട്ടി. രാവിലെ 4 മണിക്ക് ഇറങ്ങിയെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ഓരോ യാത്രയും ഒരുപാട് അനുഭവങ്ങളാണ് ഈ വാൽപ്പാറ ട്രിപ്പിലൂടെ എനിക്കും നിഖിലിനും തന്നത്. ഞങ്ങൾ രാവിലെ ഇറങ്ങി പൊള്ളാച്ചി വഴിയാണ് പ്ലാൻ ചെയ്തത് വാൽപ്പാറയ്ക്ക് പോകാൻ. പൊള്ളാച്ചി വഴി പോയിട്ട് അവിടുന്ന് ആതിരപ്പള്ളി മലക്കപ്പാറ വഴി തിരിച്ചു വരാനായിട്ടാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ചു. ഓരോ 50 കിലോമീറ്ററും കൂടുമ്പോഴും ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് പോകാമെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. നമ്മൾ ഈ ട്രിപ്പ് നിയന്ത്രിക്കാനായിട്ട് മീൻസ് അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. എഡ്വിൻ എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. പുള്ളി ഒരു റൈഡറാണ്. പുള്ളി കുറേ ട്രാവൽസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആളുടെ ഗൈഡൻസ് പ്രകാരമാണ് നമ്മളെല്ലാവരും പോയത്. ഞാനാണെങ്കിൽ ഇങ്ങനെ പുറകിലിരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും നേരം വെളുത്ത് വരുമ്പോഴുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രിപ്പിലൂടെ പറ്റി. പോകുന്ന വഴിക്ക് സൂര്യൻ ഉദിച്ച് വരുന്നത്, നേരം വെളുക്കുന്നതും, കിളികൾ, കുറേ വണ്ടികൾ, കുറേ ആളുകൾ, കുറേ ഫുഡ്, കുറേ പുതിയ കുറേ അനുഭവങ്ങൾ എനിക്ക് ഈ ഒരു ട്രിപ്പിലൂടെ കിട്ടിയായിരുന്നു. ഞാനിതെല്ലാം എൻജോയ് ചെയ്ത് എൻ്റെ പുത്തൻ ഫോണാണ്, എൻ്റെ ഗാലറി ഫുള്ള് ഈ ഒരു ട്രിപ്പിലൂടെ തീർന്നു. അതുപോലെ ഞാൻ വീട്ടിലെടുക്കും. പലരും എന്നോടൊന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് വല്ലതും ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ ഇത് ഫസ്റ്റിലത്തെ വീഡിയോ ആണ്, ഇതിന് മുൻപൊന്നും ചെയ്തില്ല. ഇത് നമ്മൾ തുരങ്കപ്പാറയാണ്, അതല്ലേ തുരങ്കം. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, ഈ ചക്കക്കൂട്ടം കണ്ട പിള്ളേർ തുള്ളിച്ചാടുന്നോട്ടായിരുന്നു ഇവന്മാർ ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലൂടെ പോയപ്പോൾ. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോരം പുരോഗമിച്ച് നമ്മുടെ കേരളം എന്ന് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. ഈ തുരങ്കം ഇറങ്ങി വരുമ്പോഴുള്ളൊരു വ്യൂ, അതൊരു അസാധ്യ വ്യൂ തന്നെയാണ്. നേരം വെളുത്ത് വരുമ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി വന്ന് നല്ല ഉദിച്ച് ചിരിച്ചോട് നിൽക്കുന്ന ഒരു സാധനം ഇതിലൂടെ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റി. അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. യെസ്, അതാണ്. മൊത്തം മഞ്ഞാണോ അതോ പുകയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന കൂട്ടുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഞാനാണെങ്കിൽ പുറകിലിരുന്ന് പാട്ടും ഡാൻസും ഒക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ട്രിപ്പ് നിഖിലിന് ബോറാവില്ല. നിഖിൽ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് പോകുന്നത്. എനിക്ക് വിശക്കുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിക്കുക ഫുഡ്. കാരണം ഇന്ന് ഹർത്താലും കൂടി ആയതുകൊണ്ടാണെങ്കിൽ അടുത്തെങ്ങും ഫുഡില്ല. അപ്പോൾ ഫുഡ് ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു എഡ്വിൻ ചേട്ടൻ പറഞ്ഞത്. കാരണം കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്യുന്ന ട്രാവൽ ടൈമിൽ വെജിറ്റേറിയൻ ആണല്ലോ, കാരണം വയറിന് കേടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ തപ്പിയുള്ളൊരു പോക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയ സമയത്ത് ഒരു ഡാം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കയറാനായിട്ട് ഞങ്ങൾ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. കാരണം നമ്മുടെ ഡെസ്റ്റിനേഷൻ വേറെയാണ്. നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്ത് വൈകുന്നേരം തിരിച്ചു വരാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല. നമ്മൾ നേരെ വണ്ടി വിട്ട് പോവുകയായിരുന്നു ചെയ്തത്. നമ്മുടെ കൂടെ ടോട്ടൽ ആണെങ്കിൽ ഒരു 10-20 പേരുണ്ടായിരുന്നു. ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ ആ ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അത് കൂടാതാണെങ്കിലും അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-20 പേരുണ്ടായിരുന്നു. ഇതാണ് കാവ് ഐസ്ലാൻഡ്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറമാണ് കാവ് എന്ന് പറയുന്ന ഒരു ഐസ്ലാൻഡ് ഉള്ളത്. കാണാൻ നല്ല ഭയങ്കര ഭംഗിയാണ്. നട്ടുച്ച വെയിലായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. അതിൻ്റെ അടുത്താണെങ്കിൽ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്നാണെങ്കിൽ ഒരു നല്ലൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇരുന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് കാരണം നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ലായിരുന്നു. അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും. അതുകൊണ്ട് നമ്മളധികം സ്പെൻഡ് ചെയ്യാതെ അവിടുന്ന് തിരിച്ചു വന്നു. തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനായി വാൽപ്പാറയ്ക്ക് വീണ്ടും തിരിച്ചു പോവാം. ആ ടൈമിൽ നമുക്കാണെങ്കിൽ റെയിൽവേ ക്രോസിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. പക്ഷേ പോസ്റ്റൊന്നും ആയില്ല. നല്ലൊരു ഗുഡ്സ് വണ്ടി പോയി. ഞങ്ങളത് കണ്ട് എൻജോയൊക്കെ ചെയ്തു. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ കുറച്ച് സ്കൂൾ കുട്ടികളാണെങ്കിൽ ടൂർ പോകുന്നുണ്ടായിരുന്നു. അവരുടെ പാട്ടും ബഹളവും ഒക്കെ ആണെങ്കിൽ കേൾക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഞങ്ങൾ പൊള്ളാച്ചി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിട്ടും ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി. ദൈവമേ എന്തോരം ചെള്ളയായിരുന്നെന്നറിയാം ഫേസിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് റിഫ്രഷ് ആയിട്ട് ഞങ്ങളാണെങ്കിൽ നോക്കണ്ട, എൻ്റെ കുറച്ച് സ്നേഹപ്രകടനമാണ്. അവിടെ നിന്ന് റിഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്തു ഇറങ്ങി.
മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്രോളൊക്കെ വണ്ടിയിലാണെങ്കിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഉച്ചയായി. ഈ ഉച്ചയായപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ തപ്പി നടക്കുക. വാൽപ്പാറ എത്തുന്നതിന് തൊട്ട് മുൻപുള്ളൊരു ഹോട്ടലാണിത്. ഇവിടെ വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. ഇവിടെ ചെന്നപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഈ ഹോട്ടൽ കൊണ്ടുപോയപ്പോൾ ഞാനാണെങ്കിൽ വിശന്നിട്ട് ചാടിക്കയറി അതിനകത്തങ്ങ് ഇരുന്നു. അതിനകത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നിഖിലാണെങ്കിൽ എന്നെ തപ്പി അവിടെ എല്ലാം നടക്കുക. അപ്പോൾ എൻ്റെ കൂടെ 2-3 പേരും അബദ്ധം പറ്റി വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ ബാക്കിയുള്ള കൂടെ വരുന്നവരെ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ആർക്കും നോൺ വെജ് മീൻസ് വെജ് വേണ്ട, നോൺ വെജ് മതി എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ വിചാരിച്ചു ഈ ഒരു വെജ് ഹോട്ടൽ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ എന്ന്. ഞാൻ കയറി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞാനാണെങ്കിൽ എന്ത് കഴിക്കണം എന്നുള്ള ഒരു ഇതിരുന്നതിൻ്റെ ഞാനാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്നോളം ഞാനാണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ ഒരു എന്തായാലും പറഞ്ഞ തൈര് സാദം വാങ്ങിച്ച് കഴിച്ചു. ഓർഡർ ചെയ്തപ്പോഴത്തേക്കും നിഖിൽ എന്നെ തപ്പി കണ്ടുപിടിച്ച് നോക്കി. അപ്പോൾ ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് തൈര് സാദമൊക്കെ വാങ്ങിച്ചിട്ടിരുന്ന് കഴിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു അപ്പുറത്തെ നോൺ വെജിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എന്നെയും വന്ന് കൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് പാഴ്സൽ ചെയ്തിട്ട് നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിച്ചു. എല്ലാവരും നല്ല ഒന്നാന്തരം തമിഴ്നാട് ബിരിയാണി കഴിച്ചപ്പോൾ ഞാനാണെങ്കിൽ അബദ്ധം പറ്റിയത് ആരെയും അറിയിക്കണ്ട എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടപ്പെട്ട ഫുഡെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനാണെങ്കിൽ ഇരുന്ന് തൈർ സാദം കഴിച്ചു. പക്ഷെ അതെനിക്ക് കുറച്ച് പണിയും കിട്ടി. ഇത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കുറച്ച് കലാവിരുതുകളാണ്. പക്ഷേ സത്യം പറയാലോ, അത് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനാണെങ്കിൽ വല്ലാണ്ട് ഛർദ്ദിച്ച് എൻ്റെ ഒരു ട്രിപ്പ്, സാധാരണ എനിക്കങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഛർദ്ദിലും അങ്ങനത്തെ ഫുഡ് ഇഷ്യൂസൊന്നും വരാറില്ലാത്തതാണ്. പക്ഷേ ഈ വട്ടം എനിക്ക് കുറച്ച് പണി കിട്ടി. പിന്നെ ഞാനാണെങ്കിൽ അവിടെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തേങ്ങാവെള്ളം വാങ്ങിച്ച് കുടിച്ചിരിക്കും. മീൻസ് ക്ഷീണം മാറാനായിട്ട് നല്ലതല്ല തേങ്ങാവെള്ളം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് തേങ്ങാവെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ബാക്കിയുള്ളൊരു ഫുഡൊക്കെ കഴിച്ചു. ഒന്ന് വാഷ്റൂംസിലൊക്കെ പോയി അവരൊന്ന് സെറ്റായിട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ വാൽപ്പാറയ്ക്ക് കയറി. 41 പോയിൻറ്റ്സാണ് ഉള്ളത് ഈ മല കയറി. പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകുന്ന വഴിയിലാണെങ്കിൽ കുറേ ആളുകളെ കാണാനായിട്ട് പറ്റിയായിരുന്നു. അടുത്തുള്ള ഏതൊരു മുരുകൻ്റെ അമ്പലത്തിലാണെങ്കിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ചെരുപ്പൊന്നും ഇടാതെ കാൽനടയായിട്ട് കുറേ ആളുകളാണെങ്കിൽ ഈ മല ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കഷ്ടം തോന്നി. എന്നാലും അവരുടെ വിശ്വാസം ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം ഇത്രയും മാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്ന കുറേയേറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്ത് ത്യാഗം സഹിച്ചിട്ടും ദൈവത്തിന് വേണ്ടി. ഇതാണ് വേറൊരു ഡെസ്റ്റിനേഷൻ. ഭയങ്കര രസം. ഓരോ മലയുടെ ഓരോ പോയിൻ്റ് കയറി വരുമ്പോഴത്തേക്കിനും ആണെങ്കിൽ ഓരോ കാഴ്ചകളും നമുക്ക് വേണ്ടി ഇങ്ങനെ പതുക്കിയിരിപ്പുണ്ട്. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നിർത്തി. അതേ നേരമൊന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊന്നുമില്ല. പതുക്കെ കാഴ്ചകൾ കണ്ട് ട്രിപ്പിന് തുടങ്ങിയപ്പോൾ ഒരു 10-20 പേരുണ്ടായിരുന്നു. പിന്നെ 2, 3, 4 പേരായിട്ടായി. കാരണം കാഴ്ചകൾ കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നിന്നു. ഇതൊരു തേയിലത്തോട്ടമാണ്. ഈ മല ഇറങ്ങി 41 പോയിൻറ്റും ഇറങ്ങി വന്ന് കഴിയുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണിത്. ഇതൊരു ടീ പ്ലാന്റേഷനാണ്. അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ മാഗി, മുളക് ബജി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം സാധനം കിട്ടണമെങ്കിൽ. പിന്നെ നല്ല അടിപൊളി ഒരു ചായ എനിക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. നട്ടുച്ചയ്ക്കാണെങ്കിൽ ഞാൻ ഈ ടൈമിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഫുള്ള്. നിഖിലൊരു ചായയൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാനതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുക. ഇവിടെ കുറേ ആളുകൾ മീൻസ് ഈ ചുരം ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൊരു സ്പേസാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ചേട്ടന്മാരാണെങ്കിൽ തേനൊക്കെ കൊണ്ട് വിൽക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ റേറ്റൊക്കെ ചോദിച്ചു. ഒരു കുപ്പിക്കാണെങ്കിൽ 300 രൂപ എന്നാണ് പറഞ്ഞത്. എനിക്ക് കണ്ടിട്ട് തേനാണെന്നൊന്നും തോന്നുന്നില്ല. ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. പറ്റിക്കപ്പെടുമെന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ അവിടെയൊക്കെ നിന്നു, തേയിലത്തോട്ടമൊക്കെ കണ്ടു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത്രയും ട്രാവൽ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേന് ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് കുറേ കാഴ്ചകൾ ഇനിയുണ്ട്. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ച് റീൽസൊക്കെ അവിടെ നിന്ന് എടുത്തു. നിഖിലെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു പണിയുമില്ല അവക്കെന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയൊരു ഇതേതോ ഡാം, ഞാൻ ഡാമിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഞങ്ങളിനിയിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളി വഴി, മീൻസ് മലക്കപ്പാറ കഴിഞ്ഞിട്ടുള്ള ആതിരപ്പള്ളി വഴിയുള്ള റൂട്ടാണ്. അവിടെ കൂടി പോകുന്നത് വെച്ചിട്ട് ഒരു 50 കിലോമീറ്റർ കാടാണ്. പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. പക്ഷേ ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ കാണാൻ. കൂടുതലും ആനയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളിപ്പം വാൽപ്പാറ ഇറങ്ങി ഒരു ഗ്രാമം, ഒരു ടൗൺ, ആ ടൗൺ വഴിയാണ് ഞങ്ങൾക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ചെല്ലണം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ആതിരപ്പള്ളി വഴി വേണം നമുക്ക് തിരിച്ചെറണാകുളത്ത് എത്താനായിട്ട്. അപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് മീൻസ് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെല്ലണം. 5 മണിയാകുമ്പോഴത്തേക്കിന് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു 4:30 ആകുമ്പോഴെങ്കിലും ചെക്ക് പോസ്റ്റ് ചെല്ലണം എന്നുള്ള ഒരു ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം വെച്ചടിച്ചാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും കുറേ ആളുകളെയൊക്കെ കാണാനായിട്ട് പറ്റും. തമിഴ്നാട് സൈഡാണെന്നാണ് തോന്നുന്നത് ഇത് കൂടുതലും. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാവരും നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ആളുകളാണ്. ഓരോ കടയിലൊക്കെ ചെന്ന് നമ്മൾ സാധനം ചോദിക്കുമ്പോൾ തമിഴരുടെ കടയാണെന്ന് മീൻസ് തമിഴ് സംസാരിക്കുന്ന ആളുകളാണെന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് വലിയ കാര്യം കണ്ണാ അണ്ണി അതെന്നെ ചതനെന്നൊക്കെ പോയി തമിഴ് ചോദിക്കുമ്പോഴും അവർ തിരിച്ച് നന്നായിട്ട് മലയാളം പറയാറുണ്ട്. കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളികളെ അവർ ഡെയിലി കാണുന്നുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ആളുകളായിരുന്നു. ഇവിടെ നല്ല ഫുഡ് കിട്ടും കേട്ടോ. എനിക്കാണെങ്കിൽ ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബജ്ജിയുണ്ട്. ബജ്ജി ഒരു മുട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ബജ്ജി. അതൊക്കെ നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഇവിടുന്ന് ഞങ്ങൾ ഭയങ്കര സ്പീഡിൽ ഞാനും നിഖിലും കൂടി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എന്താവശ്യമെന്ന് എനിക്കറിയുന്നില്ല. ചുമ്മാ അതിങ്ങനെ വീഡിയോ എടുത്ത് നിഖിലാണെങ്കിൽ തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പണിയുമില്ല ബിൻസി, നീ ഇതൊക്കെ കാഴ്ചകൾ കാണും, ചുമ്മാ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാതെ എന്നൊക്കെ നിഖിലിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ കണ്ണ് നേരെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടാണെങ്കിലും ഫോണിലിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. ഒട്ടും വിചാരിച്ചല്ല ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ ചെയ്തിടണം എന്നൊന്നും ഞാനങ്ങനെ വിചാരിച്ചൊന്നുമല്ല. ഇങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനത് പറയാം. ഈ വീഡിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനത് വിശദീകരിച്ച് പറയാം. എൻ്റെ ഇതൊരു പ്ലാൻ ചെയ്തത് 1 ഡേ ട്രിപ്പാണ്. രാവിലെ 4 മണിക്ക് പോയിട്ട് വൈകുന്നേരം ഒരു 10 മണിക്കുള്ളിൽ തിരിച്ച് വീട്ടിലെത്താം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. പക്ഷേ ഇവരൊരു അബദ്ധം പറ്റി അവസാനം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കേണ്ടി വന്നു. നമ്മുടെ KSRTC ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രസമായില്ല. അപ്പുറത്ത് നമ്മുടെ മലബാർ KSRTC, ഇപ്പുറത്ത് തമിഴ്നാട്ടുകാരുടെ എനിക്കവരുടെ വണ്ടിയുടെ പേരെനിക്കറിയില്ല. കണ്ടു. തമിഴ്നാടും കേരളവും സംഗമിക്കുന്ന ഒരു സ്ഥലം. കൊള്ളാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. അവരാണെങ്കിൽ വളരെ റേറ്റ് കുറവായിട്ടും മീൻസ് 2 പേർക്ക് താമസിക്കാൻ ഒരു 499 ആ ഒരു റേറ്റിലാണ് അവരാണെങ്കിൽ റൂംസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഒരുപാട് ഹോം സ്റ്റേസ് ആണെങ്കിൽ ഈ പോകുന്ന വഴിക്കൊക്കെ കാണാനായിട്ട് പറ്റും. ഞങ്ങളങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്നെത്തി. ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും കൂടി വന്നിട്ട് ഒന്നിച്ച് പോകാം എന്നുള്ളൊരു രീതിയിൽ. കാരണം ഈ കാഴ്ചകൾ കണ്ട് പലരും പല വഴിക്കായിപ്പോയി. നിന്നാണ് വന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പോകുന്ന പറഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് പോയി. നല്ല രസമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. മൊത്തം തേയിലത്തോട്ടം, അപ്പുറത്ത് കൊക്കോ പോലെയാണ് തേയിലത്തോട്ടങ്ങളിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ മരങ്ങളും തേക്ക് എന്തൊക്കെയോ കുറേ സാധനം. എനിക്ക് തേക്ക് കണ്ടിട്ട് മാത്രമേ എനിക്ക് മനസ്സിലായി, മറ്റൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു വീടുണ്ട്. ആ വീടുകളിലെല്ലാം അവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സും ഉണ്ട് കേട്ടോ. റോഡ് സൈഡുകളിൽ മാത്രമേ ഞാൻ ഈ വീട് കാണുന്നുണ്ട്. ഇതിൻ്റെ വൈകുന്നേരം ആകാറായിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു പൊങ്ങി തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. ഒടുക്കത്തെ വെയിലാണ്. ജാക്കറ്റ് ഇട്ടത് കൊണ്ട് അധികം വെയിൽ കൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടു. ഈ വീട്ടിൽ ഞാൻ ഉൾപ്പെടുത്താത്ത കുറേ സംഭവവികാസങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ പറയാം. നമ്മൾ 4:30 ആയപ്പോഴത്തേക്കും നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 മണിക്കാണെങ്കിൽ 5 മണി വരെയാണ്. അവിടെ നിന്ന് നമുക്ക് കാട് വഴിയാണെങ്കിൽ ആതിരപ്പള്ളി 50 കിലോമീറ്റർ കാട് വഴി വാൽപ്പാറ വഴിയാണെങ്കിൽ എറണാകുളത്തിന് പോകാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ദുർഭാഗ്യവശാൽ ചെക്ക് പോസ്റ്റ് ആണെങ്കിൽ 4 മണിയായപ്പോഴേ ക്ലോസ് ചെയ്തു. 4 മണിയായിട്ട് ഡെയിലി എന്നും 4 മണിയാകുമ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചു 5 മണിയാകുമ്പോഴായിരിക്കും അത് ക്ലോസ് ചെയ്യുന്നത്. 4 മണി വരെ ബൈക്കിനും 5 മണി വരെ ആണെങ്കിൽ കാറിനും മാത്രമേ എൻട്രി ഉള്ളൂ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന്. പക്ഷേ ഞങ്ങൾ ശരിക്കും അത് പെട്ടു. ഒന്നെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, തിരിച്ച് നമ്മൾ വന്ന അത്രയും കിലോമീറ്റർ, ഒരു 400 എബോവ് കിലോമീറ്റേഴ്സ് ഉണ്ട്, അത് റിട്ടേൺ തിരിച്ചു പോകുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും വണ്ടി ഓടിച്ചിട്ട്. ഓൾറെഡി എല്ലാവരും ടയേർഡാണ് ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ചതുകൊണ്ട്. നമുക്കൊരു 50 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആതിരപ്പള്ളി വഴിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എറണാകുളത്ത് ചെല്ലാനായിട്ട് പറ്റും. ഇത് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ അകപ്പെട്ടു പോയി. പിന്നെ അവിടെ കുറേ 499 ആണെങ്കിൽ റൂംസ് റെൻറ്റിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഒരു പുള്ളിനെ കണ്ടുപിടിച്ച് അവിടെ ഞങ്ങൾ അവസാനം സ്റ്റേ ചെയ്യുവാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് മലക്കപ്പാറ നീട്ടിക്കെട്ടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ആനയുടെ ശല്യം കൂടുതലായതുകൊണ്ടാണ് പൊതുവേ വാൽപ്പാറ 4 മണിയാകുമ്പോഴത്തേക്കിന് ക്ലോസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബൈക്ക് അധികം കടത്തിവിടാത്തത്. ഞങ്ങളൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. നിയോഗം ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരിക്കാം. അവിടെ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്ത് കുറച്ചും കൂടി ആളുകൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും
ഹോം സ്റ്റേക്ക് വളരെ റേറ്റ് കുറവാണ്. ഞങ്ങളവിടെ അകപ്പെട്ട് പോയി കഴിഞ്ഞ സമയത്തും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റൂം സ്റ്റേ ആണ് കിട്ടിയത്.